വാഴ്ത്തി. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്ത് ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 2 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം എന്റെ 13-14 വാക്യങ്ങൾ. കാഹളക്കാരും സംഗീതക്കാരും ഒത്തൊരുമിച്ച് കാഹളങ്ങളോടും കൈത്താളങ്ങളോടും വാദിത്രങ്ങളോടും കൂടെ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത് എന്ന് ഏകസ്വരമായി കേൾക്കുമാർ യഹോവയെ വാഴ്ത്തി സ്തുതിച്ചു. അവർ ഉച്ചത്തിൽ പാടി യഹോവയെ സ്തുതിച്ചപ്പോൾ യഹോവയുടെ ആലയമായ മന്ദിരത്തിൽ ഒരു മേഘം നിറഞ്ഞു. യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നതുകൊണ്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ദൈവ തേജസ്സിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോട് ചിന്തിക്കുന്ന വചനം എന്ന 14-ാമത്തെ വാക്യമാണ്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നുകൊണ്ട് പുരോഹിതന്മാർക്ക് മേഘനിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. അപ്പൊ നമ്മൾ ഈ ഒരു ദൈവവചന ഭാഗം വായിക്കുമ്പോൾ ദൈവസനയിൽ ദൈവത്തെ പാടി ആരാധിച്ചു സ്തുതിച്ചപ്പോൾ ദൈവ തേജസ് ആലയത്തിൽ നിറഞ്ഞു. പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ദൈവ തേജസ് കൊണ്ട് നിറയപ്പെട്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രശ്നം, ഇത് പഴയ നിയമ കാലഘട്ടത്തിൽ, ശലോമോന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ ചിന്തിക്കണം. അല്ലേ? കാരണം എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് ഇങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വന്നുപോയ വീഴ്ചകളും പരാജയങ്ങളും നാം മനസ്സിലാക്കിക്കൊണ്ട് ആലയത്തിലെ ശുശ്രൂഷയ്ക്കകത്ത്, ദൈവസഭയ്ക്കകത്ത്, ശുശ്രൂഷയ്ക്കകത്ത് ദൈവ സാന്നിധ്യം ഇറങ്ങി വരുന്ന, ദൈവമഹത്വം ഇറങ്ങി വരുന്ന, ദൈവതേജസ് വെളിപ്പെടുന്ന ശുശ്രൂഷ നടക്കണം. പഴയ നിയമത്തിൽ ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്നതിന്റെ കാരണം എന്താണ്? പുതിയ നിയമത്തിൽ നമ്മൾ അതേ അനുഭവത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് ദൈവ തേജസ് ഇല്ല എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അല്ലേ? ദൈവസഭയുണ്ട്, ദൈവസഭ ഉപവസിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അവർ കർത്തൃമേശ നടത്തുന്നുണ്ട്, വിശുദ്ധിയുടെ പ്രസംഗവും വേർപാടും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ദൈവസഭയ്ക്കകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നില്ല. ആത്മാവിന്റെ ശുശ്രൂഷയിൽ എവിടേക്കോ പരാജയപ്പെട്ടു പോയി. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത വിധത്തിൽ സഭ ലോകമയത്വങ്ങളിലേക്ക്, ലോക ഇമ്പങ്ങളിലേക്ക്, ലോകക്കാരോടൊപ്പം സഭ ചേർന്നു. അല്ലേ? അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ മാതാവേ, പിതാവേ, നിങ്ങൾ തന്നെ നിങ്ങളെ ശുദ്ധീകരിക്കണം. നാം സ്വയം ശുദ്ധീകരിക്കപ്പെടണം. അല്ലേ? നമ്മൾ ഈ കർത്തൃമേശയൊക്കെ കൊടുക്കുന്ന അയോഗ്യമായ അപ്പത്തിന്റെയോ കർത്താവിന്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും കുറ്റക്കാരനാവും. നമ്മൾ നമ്മുടെ അയോഗ്യതയെ മനസ്സിലാക്കണം. രണ്ടാമത് നാം നമ്മെ തന്നെ ശോധന ചെയ്ത് വേണം. നമ്മെ ഇത് ശോധന ചെയ്യണം, നമ്മെ തന്നെ വിവേചിക്കണം. കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മളെ വിധിക്കണം. നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ട് ദൈവ തേജസ് ഇറങ്ങുന്നില്ല? നമ്മുടെ ഉള്ളിൽ എന്തുകൊണ്ട് ദൈവ സാന്നിധ്യം വെളിപ്പെടുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് അഭിഷേകത്തിൽ നിറയപ്പെടാൻ കഴിയുന്നില്ല? എന്തുകൊണ്ട് അഭിഷേകത്തിന്റെ ശുശ്രൂഷ നമ്മൾ നടക്കുന്നില്ല എന്നൊക്കെ നാം ഒന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, ദൈവ തേജസ് കാണുന്നത് എങ്ങനെയെന്ന് പലരും ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മളെക്കാട്ടി തലമൂത്ത ഒരുപാട് ആത്മീയ നേതാക്കന്മാർ ശുശ്രൂഷയ്ക്കകത്തുണ്ട്, വിവിധ സംഘടനകളിലുണ്ട്. പക്ഷെ അവരൊക്കെ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിന്ന് ജഡത്തിൽ അവസാനിച്ചു നിൽക്കുക. ആത്മാവ് കൊണ്ട് തുടങ്ങി ഇപ്പം ജഡത്തിൽ അവസാനിച്ച് സാത്താൻ താനും വിളിച്ചതും വേഷം ധരിച്ച് നിൽക്കുന്നു എന്ന് പറഞ്ഞപോലെ അവർ ചെയ്യുന്ന പ്രവർത്തിക്കുന്നതൊക്കെയുണ്ട്. പക്ഷേ ഉള്ളിലെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയി. ഉള്ളിലെ ആത്മാവ് നഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ എന്ത് ചെയ്തു? നാം വിളിച്ചതൂതിന്റെ വേഷം ധരിച്ചുകൊണ്ട് നിൽക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് അവർക്ക് പോലും ഇന്ന് അറിയത്തില്ല ദൈവ തേജസ് എങ്ങനെ കാണാൻ കഴിയും എന്നുള്ളത്. ഇവിടെ ദൈവാലയത്തിൽ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഇത്ര വലിയ ദൈവസാന്നിധ്യം ആലയത്തിൽ ഇറങ്ങി വന്നെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഞാൻ നിങ്ങൾ എത്രമാത്രം ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുന്ന യോഗ്യരാണ് നമ്മൾ മനസ്സിലാക്കി നമ്മൾ വിശുദ്ധിയിലേക്ക് മടങ്ങി വരണം. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധി ഉള്ളിടത്ത് മാത്രമേ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങത്തുള്ളൂ. വിശുദ്ധി ഉള്ളിടത്ത് മാത്രമേ ദൈവസാന്നിധ്യം ഉണ്ടാകത്തുള്ളൂ. ദൈവ തേജസ് നമ്മുടെ സഭയിലും നമ്മുടെ ജീവിതത്തിലും വെളിപ്പെടണമെങ്കിൽ സഭ ശുദ്ധീകരിക്കപ്പെടണം. ഹല്ലേലൂയ. ഇന്ന് സഭയ്ക്കകത്ത് എല്ലാം അശുദ്ധമായത് ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം, മാർക്കറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ ഹല്ലേലൂയ ഒരു സാമ്പാറിനും വീണ്ടും എല്ലാം ഇവിടുന്ന് വാങ്ങാൻ കിട്ടുമെന്ന് പറഞ്ഞ പോലെ
ഒരു സഭയ്ക്കകത്ത് വന്ന ഒരു സാമ്പാർ പരുവായി എല്ലാ സാധനവും ഉണ്ട്. പൊട്ടിയതും ചളങ്ങിയതും പുഴുത്തതും നാറ്റം വെച്ചതും ദുർഗന്ധം വഹിച്ചതും ഒക്കെ ഒരുപാട് മാർക്കറ്റിലുള്ള ഒരു സഭയിൽ നിന്ന് അങ്ങനെ അതിൽ നിന്ന് നല്ലത് തെരഞ്ഞെടുത്ത് കൊണ്ടുവന്ന സാമ്പാർ വെക്കുന്നത്. അല്ലെങ്കിൽ എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന പറയുന്നത് സഭ അങ്ങ് മുഴുവൻ അല്ലെങ്കിൽ അശുദ്ധി കൊണ്ട് നിറയപ്പെടുത്തി സാത്താൻ നിറയുമ്പോൾ സാത്താനെയൊക്കെ നമ്മൾ കുറ്റം പറയുക. ഇത് മനുഷ്യരുടെ അല്ലേ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാം ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, നാം ദൈവത്തോടൊപ്പം സ്തുതിയോടുകൂടി ഇരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരും. ദൈവ തേജസ് ഇറങ്ങി വരും. നിങ്ങളെ ദൈവം ആത്മാവിൽ നിറയ്ക്കും. ആത്മാവിന്റെ നിറവിനോടുകൂടി നിങ്ങൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ സാന്നിധ്യം ദൈവം അയക്കാൻ തുടങ്ങും. അല്ലേ? ഇവിടെ ആലയത്തിൽ ദൈവിക തേജസ് നിറയുന്നു. നമ്മൾ വായിച്ച വചനത്തിനകത്ത് എന്ന് പറഞ്ഞാൽ കാഹളക്കാരും സംഗീതക്കാരും ഏകസ്വരത്തോടെ പാടി സ്തുതിച്ചപ്പോൾ ദൈവാലയത്തിൽ ദൈവതേജസ് നിറഞ്ഞതായി കാണുന്നു. സ്തുതിയുടെയും ഐക്യമത്യത്തിന്റെയും ആത്മാവ് സ്തോത്രം നമ്മുടെ ആരാധന യോഗങ്ങളിൽ നിറഞ്ഞു നിൽക്കാം. നമ്മുടെ ആരാധന യോഗങ്ങളിൽ സ്തുതിയുടെയും ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പരസ്പര ബന്ധങ്ങളിലെയും കൂട്ടായ്മയിൽ ദൈവത്തിന്റെ ആത്മാവും നിറഞ്ഞു നിൽക്കണമെങ്കിൽ ദൈവസഭ ശുദ്ധീകരിക്കപ്പെടണം. ശലോമോന്റെ ആലയത്തിൽ ദൈവമക്കൾ എല്ലാം കൂടി പാടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ ആലയത്തിൽ ദൈവ തേജസ് നിറയപ്പെട്ടു. അല്ലേരിയ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ കാണാം, ദൈവ തേജസ് കൊണ്ടുവരുവാനുള്ള വഴി കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളതാണ്. ദൈവ തേജസ് കൊണ്ടുവരാനുള്ള വഴി കർത്താവിനെ സ്തുതിക്കുക. അപ്പൊ ശലോമോന്റെ ഈ ആലയത്തിനകത്ത് ശലോമോൻ പറഞ്ഞ ഈ ആലയത്തിലെ ശുശ്രൂഷയെ കുറിച്ച് പഠിക്കുമ്പോൾ 2 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം അതിന്റെ 12 തൊട്ടുള്ള വാക്യം വായിക്കൊണ്ട് എഴുതിയിട്ടുണ്ട്. ആസാഫ്, ഹേമാന്, യദൂതൻ എന്നിവരും അവരുടെ പുത്രന്മാരും സഹോദരന്മാരുമായി സംഗീതക്കാരായ ലേവ്യരെല്ലാവരും ചണവസ്ത്രം ധരിച്ച് കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും പിടിച്ച് യാഗപീഠത്തിന് കിഴക്ക് കാഹളം ഊതിക്കൊണ്ടിരുന്ന 120 പുരോഹിതന്മാരോട് കൂടെ അല്ലേ? എത്ര പേര്? 120 പേരാണ് ഒന്നിച്ച് വിവിധ വാദ്യോപകരണങ്ങൾ പിടിച്ചുകൊണ്ട് ആലയത്തിൽ ദൈവത്തെ പാടി സ്തുതിക്കുന്നത്. അപ്പം 120 പുരോഹിതന്മാരോടൊപ്പം ആലയത്തില് പുരോഹിതന്മാരോട് കൂടെ ഈ 120 പേരും കൊണ്ട് ദൈവത്തെ സ്തുതിച്ചപ്പോൾ സ്വർഗം ചലിച്ചു. അവരുടെ ആരാധന സ്വർഗത്തിലെത്തി. ആരാധന സൗരഭ്യം കർത്താവ് അനുഭവിച്ചു. ആരാധന സൗരഭ്യം കർത്താവ് മണത്തപ്പോൾ എന്ത് ചെയ്തു? അവൻ മേഘം പോലെ ദൈവ തേജസ്സോടുകൂടി ആലയത്തിലേക്ക് ഇറങ്ങി വന്നു. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതുപോലെ തന്നെ ഒരുപാട് വാദ്യോപകരണങ്ങൾ വെച്ച് ദൈവസഭയ്ക്കകത്ത് ഭയങ്കര ആരാധനയുണ്ട്, ഭയങ്കര പാട്ടും മേളൊക്കെയുണ്ട്. പക്ഷേ ആലയത്തിൽ ദൈവ തേജസ് ഇറങ്ങിയിട്ടില്ല. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ 2 ദിനവൃത്താന്തം 5-12 നിങ്ങൾ വായിക്കണം. എന്താ? അല്ലെങ്കിൽ 120 പുരോഹിതന്മാരോട് കൂടെ ഈ സംഗീതക്കാരെല്ലാം നിന്ന് ദൈവത്തെ സ്തുതിച്ചു എന്ന് പറയുമ്പോൾ ആരാധന എത്ര ദൈവസാന്നിധ്യം ഉള്ളതാണെന്ന് ചിന്തിച്ചു നോക്കിയാണ്. എവിടെയെങ്കിലും അങ്ങനെയുണ്ടോ? അല്ലെങ്കിൽ പുരോഹിതന്മാർ ഒരു വഴിക്ക്, പാട്ടുകാർ ഒരു വഴിക്ക്, വിശ്വാസികൾ ഒരു വഴിക്ക്. വിശ്വാസികളുടെ ചിന്ത എന്താണ്? പാട്ടുകാരെക്കാട്ടും മുമ്പിൽ നിൽക്കണം. പാട്ടുകാരുടെ ചിന്ത എന്താണ്? വിശ്വാസികളെക്കാട്ടും മുമ്പിൽ നിൽക്കണം. താളക്കാരും മേളക്കാരും അവരുടെ സ്വരം മുമ്പിൽ നിൽക്കണം. പാസ്റ്റർമാർ അവർക്ക് മുമ്പിൽ നിൽക്കണം. അങ്ങനെ മത്സരം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സഭയുടെ ഉണർവ് നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആദിമ സഭയിൽ നടന്നതുപോലെ, പെന്തക്കോസ്ത് നാളിൽ നടന്നതുപോലെ ആത്മാവിന്റെ ശുശ്രൂഷ ദൈവം സഭയ്ക്കകത്ത് ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. അതിനാണ് ഈ പഴയ നിയമത്തിലെ ഈ ആരാധനയൊക്കെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ട് നമ്മളോട് ദൈവാത്മാവ് പറയുകയാണ്, എന്റെ ദാസനായ ഞാൻ തെരഞ്ഞെടുത്ത, ഞാൻ അഭിഷേകം ചെയ്ത ദാവീദിന്റെ മകനായ ശലോമോൻ എനിക്ക് വേണ്ടി ആലയം പണിത് അവൻ എനിക്ക് വേണ്ടി യാഗങ്ങളും വഴിപാടുകളും കഴിച്ചപ്പോൾ സംഗീതക്കാരും വീണക്കാരും എല്ലാം ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ചപ്പോൾ ദാവീദിന്റെ കാലഘട്ടത്തിൽ ഇത് തന്നെയാണ്. ദാവീദിന്റെ കാലഘട്ടത്തിൽ ഇത് തന്നെ നടന്നപ്പോൾ ദൈവ സാന്നിധ്യം ഇറങ്ങി വന്നതുപോലെ നമ്മൾ ദൈവത്തെ സ്തുതിക്കണം. അപ്പൊ നമ്മൾ ചിന്തിച്ചു, ഇത് ദാവീദിന്റെ കാലഘട്ടത്തിൽ ഇങ്ങനെയായിരുന്നു. അപ്പൊ ശലോമോന്റെ കാലഘട്ടത്തിലും. അപ്പൊ ദാവീദിന്റെ കാലം ഇപ്പം പെട്ടകം ദൈവാലയത്തിൽ വന്നതിനെ കുറിച്ചാണ് അല്ലെങ്കിൽ സ്തോത്രം ഈ 2 ദിനവൃത്താന്തം 5-ാം അധ്യായം വായിക്കുന്നത്. അപ്പൊ ദാവീദിന്റെ നേതൃത്വം ഇത്രമാത്രം ഒരു ആരാധന.
എന്നാൽ ശലോമോനെ കുറിച്ച് പഠിക്കുമ്പോഴും നമ്മൾ രണ്ടും കൂടെ ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി. ശലോമോനെ കുറിച്ച് ഇതേ പുസ്തകത്തിൽ തന്നെ 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. അപ്പം ദാവീദിന്റെ ശുശ്രൂഷയിലും ശലോമോന്റെ ശുശ്രൂഷയിലും രണ്ടുപേരും രാജ്യഭരണം ഭരിച്ചപ്പോൾ യഹോവയുടെ ആലയത്തിൽ ചെയ്ത ശുശ്രൂഷയ്ക്കകത്ത് വലിയ ദൈവസാന്നിധ്യം വെളിപ്പെട്ടു. ഹല്ലേലൂയ. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം മോശ ഹോരേബിൽ വെച്ച് പെട്ടകത്തിൽ വെച്ച് 2 കൽപ്പലകയല്ലാതെ അതിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പുരോഹിതന്മാർ വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന പുരോഹിതന്മാർ കൂറുകളുടെ ക്രമം നോക്കാതെ എല്ലാവരും തങ്ങളെ വിശുദ്ധീകരിച്ചിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ശലോമോനെ യഹോവയുടെ ആലയത്തിന് വേണ്ടി ചെയ്ത പണിയൊക്കെയും തീർന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഈ ശലോമോന്റെ ശുശ്രൂഷ, ഹല്ലേലൂയ, അതിനെക്കുറിച്ച് പഠിക്കുന്നത് നമ്മൾ 5, 6, 7 അധ്യായങ്ങൾ വായിക്കണം. സ്തോത്രം. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ശലോമോനും ദാവീദും, ഹല്ലേലൂയ, ദാവീദിന്റെ സന്തതിയിൽ ജനിക്കപ്പെട്ട ശലോമോനിലൂടെ ദൈവം ചെയ്തെടുത്ത പ്രവൃത്തി. അതെ, അപ്പന്മാര് നല്ല വഴിയെ നടന്നാൽ മക്കളിലൂടെ ദൈവം പ്രവർത്തിക്കുന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവാലയത്തിനകത്ത്, ഹല്ലേലൂയ, ഇങ്ങനെ ശലോമോൻ യഹോവയുടെ ആലയത്തിന് വേണ്ടി ചെയ്ത പണിയൊക്കെയും തീർന്ന് പിന്നെ ശലോമോൻ തന്റെ അപ്പനായ ദാവീദ് നിവേദിച്ചിരുന്ന വസ്തുക്കളായി വെള്ളിയും പൊന്നും ഉപകരണങ്ങളൊക്കെയും കൊണ്ടുവന്ന് ദൈവാലയത്തിലെ ഭണ്ഡാരഗ്രഹങ്ങളിൽ വെച്ചുവെന്നാണ് ഹല്ലേലൂയ. സ്തോത്രം. 2 ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം 1-ാം വാക്യം വായിക്കുന്നത് കേട്ടോ. ദാവീദ് ദൈവാലയത്തിന് വേണ്ടി കൊടുത്തിരുന്നതെല്ലാം അതുകൊണ്ടു ദൈവാലയത്തിന്റെ ഭണ്ഡാരഗ്രഹങ്ങളിൽ വെച്ചിരുന്നു. ഇന്ന് ദൈവാലയത്തിൽ മോഷ്ടിച്ചുകൊണ്ട് പോവുക എല്ലാവരും. ഈ ശലോമോന്റെ കാലഘട്ടത്തിൽ ഇത്രയും വസ്തുവകൾ അപ്പൻ സമ്പാദിച്ച് ശലോമോനെ ഏൽപ്പിച്ച് അത് ശലോമോൻ കൊണ്ടുവന്ന് ഭണ്ഡാരഗ്രഹങ്ങളിൽ വെച്ചു എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ ദൈവസഭയുടെ സ്ഥിതി എന്താണ്? ദൈവസഭയ്ക്കകത്ത് കൈയിട്ട് വാരിലല്ലേ നടക്കുന്നത്? ഹല്ലേലൂയ. ഇവിടെയാണ് നമ്മളും ശലോമോന്റെ ശുശ്രൂഷയായിട്ടുള്ള വ്യത്യാസം. ശലോമോന്റെ കാലഘട്ടത്തിലും നമ്മുടെ കാലഘട്ടമായിട്ട് നമ്മൾ ഇവിടെയാണ് പഠിക്കേണ്ടത്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത, പുരോഹിതന്മാർ യാഗം അർപ്പിച്ചപ്പോഴല്ല, പ്രത്യുത പാട്ടുപാടി ദൈവത്തെ സ്തുതിച്ചപ്പോഴാണ് ദൈവദേശ സാന്നിധ്യത്തിൽ നിറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മള് ഈ 2 പുസ്തകം 5-ാം അധ്യായം അതിന്റെ 12, 13, 14 വാക്യങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാൻ, പുരോഹിതന്മാർ യാഗം അർപ്പിച്ചപ്പോഴല്ല, അല്ലെങ്കിൽ പ്രത്യുത പാട്ടുകാര് അവര് ദൈവത്തിനെ പാടി ദൈവത്തെ സ്തുതിച്ചപ്പോഴാണ് ദൈവാലയത്തിൽ നിറഞ്ഞത് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ പാട്ടോടെ ദൈവത്തിന്റെ നാമത്തെ സ്തുതിക്കും, സ്തോത്രത്തോടെ അവനെ മഹത്വപ്പെടുത്തും. അത് യഹോവയ്ക്ക് കാളയേക്കാളും കൊമ്പും കുളമ്പുകളും മൂരിയേക്കാളും പ്രസാദകരമാകുമെന്ന് നമ്മൾ ഈ 69-ാം സങ്കീർത്തനം, ഹല്ലേലൂയ, 30, 31 വാക്യങ്ങൾ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ ഈ ആരാധനയുടെ മഹത്വത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പം, ഹല്ലേലൂയ, ആലയം പണി ദൈവം ഏൽപ്പിച്ച ശലോമോനെയാണല്ലോ. ശലോമോൻ ആലയം പണിത് ഈ ശുശ്രൂഷയെല്ലാം നിവർത്തിച്ച് സംഗീതക്കാരും വീണക്കാരെല്ലാം വെച്ച് പുരോഹിതന്മാരോട് കൂട്ടുന്ന ദൈവത്തെ സ്തുതിച്ചപ്പോൾ, ഹല്ലേലൂയ, അവിടെ എത്രമാത്രം ദൈവ സാന്നിധ്യം. അല്ലേ, ദാവീദാണ് ആലയം പണിയാൻ തീരുമാനിച്ചെങ്കിൽ, പക്ഷെ ദാവീദിന് പറഞ്ഞു, നീ അല്ല പണിയേണ്ടത്, നിന്റെ കൈ ഒരുപാട് യുദ്ധം ചെയ്ത് രക്തം ചൊരിഞ്ഞിട്ട് അതുകൊണ്ട് നിന്റെ മകനായ ശലോമോൻ അതൊക്കെ ചെയ്യും. പക്ഷേ അത് ചെയ്ത ദൈവത്തെ സ്തുതിച്ച സ്തുതി അല്ലെങ്കിൽ നമ്മൾ മറക്കരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്നത്, ഹൃദയം ദൈവാത്മാവിൽ നിറഞ്ഞ് പാടുവാൻ, അല്ലെങ്കിൽ നമ്മൾ മറ്റെല്ലാ ചിന്തകളും വേണം. പ്രൈസലോ. ഹൃദയം ദൈവാത്മാവിൽ നിറഞ്ഞ് പാടണമെങ്കിൽ മറ്റെല്ലാ ചിന്തകളും വേണം. അതാണ് നമ്മൾ ഈ 2 12, 13, 14 വായിച്ചത്. അവിടെ ഹൃദയത്തിനകത്ത് മറ്റു ചിന്തകളൊന്നും ഇല്ലായിരുന്നു. ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുന്നു, ദൈവ തേജസ് കാണാൻ, ദൈവമഹത്വം കാണാൻ, ആലയത്തിൽ ദൈവ തേജസ് നിറയുക മാത്രമല്ല, പാടി സ്തുതിക്കുന്ന അവരുടെ ഉള്ളത്തിൽ ആത്മാവിന്റെ സന്തോഷം നിറഞ്ഞു തുളുമ്പുന്ന പോലെ അവരുടെ ഹൃദയം ഏകാഗ്രമായിരുന്നു. ബന്ധപുസ്തകം 120 ഏകാഗ്ര ഹൃദയത്തോടെ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ കൂടിയിരുന്ന 120 പേരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചതുകൊണ്ടാണ് ആ 120 പേരും ഏക ഹൃദയത്തോടെ ഏക മനസ്സോടെ ഐക്യമത്യപ്പെട്ട് ഒന്നിച്ച് ഇരുന്ന് പ്രാർത്ഥിക്കുക. 120 പേരിൽ ഒരാളുടെ പേരെങ്കിലും പരിശുദ്ധാത്മാവിനെ പകരാതിരുന്നിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാമായിരുന്നു ആ 120 പേരുടെ കൂട്ടത്തിൽ ഒരു ഭിന്നതയുണ്ട്, ഇടർച്ചയുണ്ടെന്ന്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ 120 പേരുടെയിൽ ആത്മാവ് ഇറങ്ങത്തില്ല. ആ 120 പേരും ഏക മനസ്സോടെ ഹൃദയം ദൈവാത്മാവിൽ നിറഞ്ഞ് പാടുവാൻ എല്ലാവരും മറ്റ് ചിന്തകളെല്ലാം ഉപേക്ഷിച്ചിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തില് നമ്മുടെ സഭ എന്താണ് നമ്മുടെ സഭയ്ക്ക് ഉണർവില്ലാതെ പോയത്?
എന്താണ് ആത്മീയജീവിതത്തിൽ പരാജയപ്പെട്ടു പോയത്? ഹല്ലേലൂയ. എന്താണ് കുടുംബജീവിതത്തിൽ പരാജയപ്പെട്ടു പോയത്? കുടുംബജീവിതം എന്താണ് ഇത്ര തകരാൻ കാരണം? എന്താണ് സഹോദര സൗകര്യ? സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, എന്നും കണ്ണുനീരിന്റെ നടിയിലൂടെ നീ കടന്നു പോകുന്നത്? നിന്റെ ഹൃദയത്തിനകത്ത് ഏകാഗ്രത നഷ്ടപ്പെട്ട്, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു. ഹല്ലേലൂയ. ആരാധനയുടെ പേരിലായി ആ കടമയങ്ങ് നിവർത്തിക്കാൻ വേണ്ടിയിട്ട് ഞായറാഴ്ച പള്ളിയിൽ വന്ന് പോകുന്ന പതിവ് മാറ്റിവെച്ചിട്ട് പള്ളിയിലേക്ക് വരുമ്പോൾ ഏകാഗ്രത ഹൃദയത്തോടെ കടന്നു വന്ന് അല്ലെങ്കിൽ ദൈവ തേജസ് കാണുവാനുള്ള ആരാധന, ദൈവമഹത്വം ഇറങ്ങുള്ള ആരാധനയ്ക്കായി നീ കടന്നു വരുന്നെങ്കിൽ ഹല്ലേലൂയ, ദൈവം നിന്നെ ദൈവാത്മാവിൽ നിറയ്ക്കും. അങ്ങനെ നിങ്ങൾ ദൈവാത്മാവിൽ നിറയപ്പെട്ടാൽ ആ ദൈവാത്മാവിന്റെ നിറവ് നിങ്ങളുടെ കുടുംബത്തിലുണ്ടാകും, നിങ്ങളുടെ തലമുറയിലുണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ കുടുംബത്തിൽ ദൈവാത്മാവ് ഇറങ്ങുന്നില്ല, പ്രവർത്തിക്കുന്നുമില്ല. അപ്പോൾ നമ്മൾ എന്താണ് വായിച്ചത്? അല്ലെങ്കിൽ ദൈവദേശത്ത് കൊണ്ടുവരുവാനുള്ള വഴി കർത്താവിനെ സ്തുതിക്കുക എന്നതാണ്. ശലോമോൻ രാജാവ് അത് വളരെ വ്യക്തമായി അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് താൻ പണിത ദൈവാലയത്തിൽ സംഗീതോപകരണങ്ങൾ മീട്ടുന്ന സംഗീതക്കാരെയും കർത്താവിനെ പാടി സ്തുതിക്കുന്നവരെയും ഏർപ്പെടുത്തിയത്. കാഹളമൂതുന്ന 120 പുരോഹിതന്മാർ നിന്നുവെന്നാണ്. കാഹളമൂതുന്ന 120 പുരോഹിതന്മാർ നിന്നു. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാനായി നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ തീരുമാനിക്കണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ എന്നോട് ചോദിച്ചു, പിന്നെ ഞങ്ങൾ ആരെയൊക്കെ സ്തുതിക്കുന്നതെന്ന്? അത് നമുക്ക് സഭയിൽ തന്നെ കാണാൻ കഴിയും. നിങ്ങൾ ആരെയെ സ്തുതിക്കുന്നത് കാണാൻ കഴിയും. ഇന്നത്തെ കാലഘട്ടത്തിൽ സഭയിലേക്ക് കാണത്തില്ല. സഭയിലേക്ക് ഞാൻ തെറ്റൊന്നും പറയില്ല, നിങ്ങൾ മറ്റൊന്നും ചിന്തിക്കരുത്, എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല. ഈ കുഞ്ഞു കുട്ടികളെ കൊണ്ടൊക്കെ സഭയിൽ വരുമല്ലോ, കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ സഭയിൽ വരും. അല്ലേ? വരുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരെ അടക്കി ഇരുത്തുവാൻ മാതാപിതാക്കൾക്ക് കഴിയണം. അവരെ അടക്കി ഇരുത്താൻ മാതാവ് കഴിയണം. അല്ലാതെ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കുട്ടികളൊക്കെ സഭയ്ക്കകത്തുണ്ടെങ്കിൽ അവനെ കൂട്ടി നീങ്ങിയാൽ നമ്മൾ അതിനങ്ങ് വിട്ടുകൊടുത്തേക്കണം. ആ കുട്ടി കുറച്ച് കഴിയുമ്പോൾ നിർത്തിക്കോളൂ. അതിനെ എന്ത് ചെയ്യും? അതിനെ എടുക്കാൻ വേണ്ടിയിട്ട് കുറെ പേരങ്ങ് വരുന്നു. അങ്ങനെ സഭായോഗം മുഴുവൻ അലമ്പാകും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആലയത്തിൽ കടന്നു വരുമ്പോൾ പിന്നെ നിങ്ങൾ ഈ മൊബൈൽ അടക്കമുള്ള സാധനങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്ത് നിങ്ങളുടെ ബാഗിൽ വെക്കണം. ഹല്ലേലൂയ. ആലയത്തിൽ കടന്നു ദൈവത്തെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങളുടെ 10 വിരലുകൾ കൊണ്ട് ദൈവത്തെ കരങ്ങൾ 10 വിരലുള്ള നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് അത് കൈയടിച്ച് പാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ഏകാഗ്ര ഹൃദയത്തോടെ ഇരിക്കണം ദൈവദേശത്തിന്റെ ഇറങ്ങി വരാൻ വേണ്ടി. അല്ലാതെ മൊബൈലും നോക്കി മെസ്സേജ് വായിച്ച് മെസ്സേജും കണ്ട് ഇടയ്ക്ക് വാട്സപ്പ് നോക്കി മെസ്സഞ്ചറൊക്കെ നോക്കി ഫേസ്ബുക്കൊക്കെ നോക്കി ഇരിക്കുന്നതല്ല. ഹല്ലേലൂയ. സ്തോത്രം. അങ്ങനെയുള്ള ഒരുപാട് സഹോദരന്മാരുണ്ട് കേട്ടോ, വിശ്വാസികളുണ്ട്, പാസ്റ്റർമാരുമുണ്ട്. ആലയത്തിലെ ശുശ്രൂഷ നടക്കുമ്പോൾ മൊബൈലിൽ നോക്കുന്ന രഹസ്യമായിട്ട് ചെവിയോട് ചേർത്ത് പിടിച്ച് രഹസ്യം പറയുന്ന ഫോൺ വിളിക്കുന്ന തലമൂത്ത പാസ്റ്റർമാരൊക്കെ സഭയ്ക്കകത്തുണ്ട് കേട്ടോ. തലമൂത്ത പാസ്റ്റർമാർ ഇങ്ങനെ മൊബൈലൊക്കെ എടുത്ത് ഇങ്ങനെ ആരും കേൾക്കാതെ അവിടെ ഫുൾപിറ്റില്ല. മുമ്പിരിക്കുന്നവർക്കെല്ലാം കാണാം. കുഞ്ഞുങ്ങൾക്ക് മാതൃകയില്ലാത്ത ശുശ്രൂഷ ചെയ്യുന്ന ഈ ദൈവദാസന്മാരും അല്ലെങ്കിൽ ശുശ്രൂഷകരും വിശ്വാസികളും സഭയ്ക്കകത്ത് വന്നതാണ് ദൈവാലയത്തിൽ ദൈവദേശത്ത് ഇറങ്ങാതെ പോയത്. നമ്മളിതിനെയൊക്കെ മാറ്റിവെക്കണം. ആരാധന തുടങ്ങുമ്പോൾ നിന്റെ സഭയിൽ എത്ര 10 മണിക്കാണ് ആരാധന. 10 മണിക്ക് ആരാധന തുടങ്ങുമ്പോൾ നിന്റെ മൊബൈൽ 9:45 മണിക്ക് തന്നെ നീ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് സൈലന്റ് ആക്കണം. പിന്നെ ആരാധന എപ്പോഴാണോ കഴിയുന്ന ആ സമയത്ത് നീ ആ മൊബൈൽ ഓണാക്കാവും. അല്ലാതെ ഇടയ്ക്ക് നീ ആ മൊബൈൽ ബെല്ലടിച്ചിട്ട് മെസ്സേജ് വന്നിട്ട് ഓഫാക്കാൻ നിൽക്കരുത്. അതിനെക്കുറിച്ച് ഒരു തീരുമാനം ഉണ്ടാകണം. ഹല്ലേലൂയ. ചിലർ ആലയത്തിൽ എഴുന്നേറ്റ് പോകും. അല്ലെങ്കിൽ നിനക്ക് സഭയ്ക്കകത്തിൽ മൊബൈൽ വിളിക്കണം, നീ സമയം വരണ്ട. നീ വീട്ടിൽ മൊബൈൽ കണ്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ആരും നിന്നെ വിളിച്ചിട്ടൊന്നുമില്ല ഇങ്ങോട്ട് സഭയ്ക്കകത്ത് മൊബൈൽ കളിക്കാൻ. ഈ മൊബൈൽ നിന്റെ കയ്യിലാണല്ലോ ഇത്രയും ഒരാഴ്ച മുഴുവൻ ഇരുന്നു. പിന്നെ സഭയ്ക്കകത്ത് വരുമ്പോഴേ നോക്കിയാൽ പറ്റുള്ളൂ എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ നിന്റെ ഉള്ളിൽ ഭൂതമാണ്. സഭയ്ക്കകത്ത് വരുമ്പോഴേ മൊബൈൽ നോക്കി കളിച്ച് അതിനകത്ത് വിളിക്കണമെങ്കിൽ അതിനകത്ത് നോക്കി ചെയ്യണമെങ്കിൽ നിന്റെ ഉള്ളിൽ ദൈവാത്മാവല്ല ഭൂതാത്മാവാണ് കിടക്കുന്നത്, ദുരാത്മാവ്. അത് എത്ര മൂത്ത പാസ്സായിരുന്നാലും മൂത്ത ഉപദേശിയായിരുന്നാലും സഭയ്ക്കകത്ത് മൊബൈൽ നോക്കി ചെയ്യുന്നവന്റെ ഉള്ളിൽ ദുരാത്മാവാണ്. വേദപുസ്തകം ഉണ്ടല്ലോ, നമുക്ക് വേദപുസ്തകം ഉണ്ട്, ഇഷ്ടംപോലെ പാട്ടുപുസ്തകം, പാട്ട് പോണാൻ ഇഷ്ടംപോലെ പാട്ടുപുസ്തകം ഉണ്ടല്ലോ, ഇല്ലായ്മയൊന്നും ഇല്ലല്ലോ. ഇഷ്ടംപോലെ വേദപുസ്തകം ഈ ലോകത്തിലുള്ള സകല ജനങ്ങൾക്ക് കൊടുക്കാനുള്ള വേദപുസ്തകം ഇന്ന് ലോകത്തിലുണ്ട്. ഹല്ലേലൂയ. അത് മതിയെന്നേ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്താണ്? ദൈവത്തെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവിനെ സ്തുതിക്കുവാൻ നിങ്ങൾ തീരുമാനിക്കും. നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിന്റെ പ്രതീക്ഷയും അത് തന്നെയാണ്. നിങ്ങളെക്കുറിച്ചുള്ള കർത്താവിന്റെ പ്രതീക്ഷയും അത് തന്നെയാണ്. അല്ലേ? ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എന്റെ ജനമെന്നാണ് വേദപുസ്തകം പറയുന്നത്. അല്ലേ? പുസ്തകത്തിൽ നമ്മൾ ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കണം കേട്ടോ.
യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം 21-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും. എന്നാൽ യാക്കോബേ നീ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല. കണ്ടോ, കർത്താവ് നമ്മെ നിർമ്മിച്ചതാ, ഉണ്ടാക്കിയതാ, സൃഷ്ടിച്ചതാ. ഇവിടെ പറയുന്നത് ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന എന്റെ ജനം എന്റെ സ്തുതിയെ വിവരിക്കുന്ന കർത്താവ് പറയാ. എന്നിട്ട് എന്നാൽ യാക്കോബേ നീ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല, ഇസ്രായേലേ നീ എന്റെ നാമനിമിത്തം അധ്വാനിച്ചിട്ടുമില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മള് യാക്കോബിനോട് പറഞ്ഞത് നമ്മൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല, കർത്താവിന്റെ നാമത്തിൽ അധ്വാനിച്ചിട്ടില്ല. നമ്മൾ മറ്റെന്തൊക്കെ ചെയ്തുകൊണ്ടിരിക്കും. ആനയ്ക്ക് ഉത്സവം നന്നാകണമെന്നില്ല, അതിങ്ങനെ വാഴപ്പിണ്ടിയും പഴുത്തൂരിയും പിറക്കി നടക്കുന്നു പറഞ്ഞവരെ, ദൈവസഭയ്ക്കകത്ത് വന്ന ആലയത്തിലെ ശുശ്രൂഷ നന്നാകണമെന്ന്, ആലയത്തിലെ ശുശ്രൂഷ ശക്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ആ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ യെശയ്യാപ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ ഈ 43-ാം അധ്യായം 21 തൊട്ട് വാക്യങ്ങൾ നിങ്ങൾ താഴോട്ട് വായിക്കണം. അതിന്റെ ഏകദേശം 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത് എന്റെ ജനം എന്റെ സ്തുതിയെ വിവരിക്കും. എന്നാൽ യാക്കോബേ നീ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല, ഇസ്രായേലേ നീ എന്റെ നിമിത്തം അധ്വാനിച്ചിട്ടില്ല. നിന്റെ യോഗങ്ങളുടെ കുഞ്ഞാടുകളെ നീ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല. നിന്റെ ധാന്യയാഗങ്ങളിൽ നീ എന്നെ ബഹുമാനിച്ചിട്ടില്ല. ഭോജനയാഗങ്ങളിൽ ഞാൻ നിന്നെ ഭാരപ്പെടുത്തിയിട്ടില്ല. ധൂപനം കൊണ്ട് ഞാൻ നിന്നെ അധ്വാനിച്ചിട്ടുമില്ല. നീ എനിക്കായി വൈപ്പ് വാങ്ങിയിട്ടില്ല. നിന്റെ ധാന്യയാഗങ്ങളുടെ മേധസ് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തിയിട്ടുമില്ല. ഇതൊക്കെ ഒരു വലിയ കാര്യങ്ങൾ തന്നെ ദൈവാത്മാവ് അവിടെ പറയുന്നുണ്ട്. നമ്മളെ എവിടെയാണ് ക്രമീകരിക്കാനുള്ളത്, നമ്മളെ എവിടെയാണ് ശുദ്ധീകരിക്കാനുള്ളത്? നമ്മളത് ശുദ്ധീകരണം വരുത്തിയിട്ട് ദൈവത്തിന് ഇന്നെങ്കിലും മടങ്ങി വരണം കേട്ടോ. ഇന്ന് പകൽ ആരെങ്കിലും ഈ വചനം കേട്ടിട്ട് സഭായോഗത്തിന് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശുദ്ധീകരണത്തോടെ വരണം. കർത്താവ് ആലയത്തിൽ സംഗീതക്കാര് വിരോധന്മാരുടെ ഒന്നിച്ച് കാഹളൂതിയപ്പോൾ ദൈവ തേജസ് ആലയത്തിൽ ഇറങ്ങി വന്ന് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ജീവങ്ങൾ ആലയം ദൈവദേശം നിറഞ്ഞതുപോലെ ഇതുപോലെ കർത്താവ് ഞാൻ ദൈവത്തിനെ പാടി ആരാധിക്കുമ്പോൾ ആ ദൈവ തേജസ് എന്റെ വീടും എന്റെ കുടുംബത്തിനും എന്റെ മക്കളും എന്റെ സഭയിലെ ശുശ്രൂഷകളുടെ പേരും ഇറങ്ങണമെന്ന്, ആലയത്തിൽ ഇറങ്ങണമെന്ന് ഈ പ്രാർത്ഥനയോടെ വരണം കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് ഈ പരാജയം സംഭവിച്ചത്, നമുക്ക് ഈ തകരാറ് സംഭവിച്ചത്, നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയില്ലാത്ത നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ്. ഹല്ലേലൂയ. ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഹല്ലേലൂയ, കർത്താവേ നീ സർവ്വവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവായി ഉണ്ടായതും അല്ലെങ്കിൽ സൃഷ്ടിക്കപ്പെട്ടതുമാകുന്നു. മഹത്വവും ബഹുമാനവും ശക്തിയും സ്തോത്രം കൈക്കൊള്ളുവാൻ യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടുമെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലേ? ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ, 4 ജീവികൾ 24 മൂപ്പന്മാരും അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ആ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് കർത്താവേ നീ സർവ്വം നിർമ്മിച്ചവനും എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. അല്ലേ? സ്വർഗീയ ആരാധന അത്ര ശ്രേഷ്ഠമാണ് കേട്ടോ. ഇവിടെ നാം ദൈവത്തെ വിശുദ്ധിയോടെ ആരാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ നിത്യത്തിലെത്തി ദൈവരാജ്യത്തെ കർത്താവെ ആരാധിക്കാൻ കഴിയും? സ്വർഗരാജ്യത്തിൽ കോടാനുകൂടി ദൂതന്മാരും വിശുദ്ധന്മാരും കെരൂബുകളും സറാഫുകളും അല്ലേലിയ അവിടെ ദൈവത്തെ 24 മണിക്കൂറും ആരാധിച്ച് ദൈവത്തെ മഹത്വം രാപകലില്ലാതെ ആരാധന നടക്കുമ്പോൾ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, അവിടെ നിനക്ക് ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ ആരാധിക്കണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ നീ ഒരുങ്ങണം. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഒരുങ്ങി ഇവിടെ വെച്ച് ആരാധനയിൽ നമ്മൾ പരാജയപ്പെടരുത്. ആരാധനയിൽ നമ്മൾ വിശ്വസ്തത പുലർത്തണം. ഹല്ലേലൂയ. ആരാധനയിൽ വിശ്വസ്തത പുലർത്തുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് ചേർന്നിരിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ആ ദൈവവചനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ 4 ജീവികളെ കുറിച്ചൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. 4 ജീവികൾ ദൈവത്തിന് മഹത്വം ബഹുമാന സ്തോത്രം അർപ്പിക്കുമ്പോൾ ഹല്ലേലൂയ 24 മൂപ്പന്മാര് ദൈവത്തിന് മുമ്പിൽ വീണ് അവനെ ആരാധിക്കുകയും തങ്ങളുടെ കിരീടങ്ങളെ അവന്റെ മുമ്പിൽ ഇടുകയും ചെയ്യുന്നു. ദൈവം മാത്രമാണ് സർവ്വ അധികാരിയും. അല്ലിയ സ്തോത്രം. മറ്റ് അധികാരങ്ങളെല്ലാം അവന് കീഴിലാണെന്നും വെളിപ്പെടുത്തുകയാണ്. അപ്പൊ ദൈവമാണ് സർവത്തിനും അധികാരി, മറ്റുള്ള എല്ലാ അധികാരങ്ങളും അവന് കീഴിലാണ്.
അല്ലേരിയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ ആരാധനയിൽ ദൈവ സാന്നിധ്യം ഇറങ്ങണം. നിന്റെ ഭവനത്തിൽ ദൈവ തേജസ് ഇറങ്ങണം. നിന്റെ ഭവനത്തിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സന്ധ്യാപ്രാർത്ഥനയ്ക്കകത്ത് പ്രഭാത പ്രാർത്ഥനയിലേക്ക് അല്ലേരിയ ദൈവ തേജസ് ഇറങ്ങി വരണം. ഹല്ലേലൂയ. ദൈവ തേജസ് നിന്റെ കുടുംബത്തിൽ ഇറങ്ങി വന്നാൽ നിന്റെ കുടുംബത്തിന്റെ അരാജകത്വം മാറും, നിന്റെ കുടുംബത്തിന്റെ ബന്ധനം കഴിയും, നിന്റെ കുടുംബത്തിന്റെ ബാധകൾ മാറും. നിന്റെ തലമുറ നിന്നെ അനുസരിക്കും, നിന്റെ തലമുറ ദൈവത്തെ സ്തുതിക്കാൻ പഠിക്കും, നിന്റെ തലമുറയിൽ ദൈവ ഭയമുണ്ടാകണം. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കളും മക്കളും മരുമക്കളും കൊച്ചുമക്കളും അടങ്ങുന്ന കുടുംബത്തിനകത്ത് ദൈവഭയമില്ലാതെ കലക്കമാണ്, പ്രശ്നങ്ങളാണ്. ഒന്നിച്ചു കൂട്ടായ്മയിൽ ആരാധനയില്ല. ആമെ ലോകമയമായ ചിന്തകളിൽ മുഴുകി അല്ലേരിയ മനുഷ്യൻ പാപത്തിന് അധീനമായ ശരീരത്തിൽ വസിക്കുക. നമ്മൾ ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നമ്മൾ പുറത്തു വരണം. അല്ലേരിയ നമ്മുടെ ഉള്ളിലെ ജഡിക മനുഷ്യൻ, പ്രാകൃത മനുഷ്യനെ നമ്മൾ നീക്കിക്കളയണം. ആരാധനയിൽ നമ്മുടെ ഉള്ളിൽ ആത്മീക മനുഷ്യൻ ഉണ്ടാകണം, ആത്മീയ അനുഭവം. അല്ലയ വീട്ടിനകത്തും പുറത്തും നീ എപ്പോഴും പ്രാകൃതനും ജഡികനുമാണ്. പക്ഷെ ആരാധന സമയത്ത് നീ ജഡികനും പ്രാകൃതനുമായിട്ട് സഭയിൽ വരരുത്, ആത്മീയനായിട്ട് വേണം. സഭയ്ക്കകത്തെ ആത്മീയന്മാരെ ഒന്നിച്ചു കൂടുന്നത് ജഡികന്മാരും പ്രാകൃതന്മാരുണ്ട്. അവരാണല്ലോ കയ്യാങ്കളി നടത്തുന്നവര്. എൻ്റെ സ്തോത്രം. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങൾ ഒരിക്കലും മനുഷ്യനെ സ്തുതിക്കരുത്. നിങ്ങൾ ഒരിക്കലും മനുഷ്യനെ സ്തുതിക്കരുത്. മനുഷ്യനായി പിറന്നവൻ, മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ട ഒരുവനും ദൈവമല്ല. മനുഷ്യനായി സൃഷ്ടിക്കപ്പെട്ട ഒരുവരും ദൈവമല്ല. മനുഷ്യനെ അല്ല ആരാധിക്കേണ്ടത്, ദൈവത്തിന്റെ സൃഷ്ടികളെ അല്ല ആരാധിക്കേണ്ടത്. ഈ സകലത്തെയും ചമച്ചവൻ, സകലത്തെ സൃഷ്ടിച്ച സർവാധികാരിയായ കർത്താവിനെ വേണം നമസ്കരിക്കാൻ. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യ ദൈവങ്ങൾ പെരുകി, ആൾ ദൈവങ്ങൾ പെരുകി, പെൺ ദൈവങ്ങൾ പെരുകി. എവിടെ നോക്കിയാലും ദൈവത്തിന്റെ സൃഷ്ടികളെല്ലാം ദൈവങ്ങളായി മാറി. അതിനെ മനുഷ്യൻ ആരാധിച്ചു തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? ആമി സ്വർഗത്തിൽ ദൈവം അയച്ച തേജസ് നമ്മളിൽ വെളിപ്പെടാതെ വന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മനുഷ്യനെ ശ്രദ്ധിക്കുക. നമ്മുടെ പാപം മനുഷ്യനോടല്ല ഏറ്റുപറയേണ്ടത്. ചില സംഭവങ്ങൾ കാണില്ല, മനുഷ്യനോട് ചെന്ന് പാപം ഏറ്റുപറയും. ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെ ചെയ്തു, എന്റെ വീട്ടിൽ ഇങ്ങനെയായിരുന്നു, എന്റെ വീട്ടിൽ അങ്ങനെയായിരുന്നു. ഈ കുമ്പസാരം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അത് നമ്മൾ തെറ്റ് നമ്മുടെ പള്ളിയിലെ പുരോഹിതനോട് ഏറ്റു പറയുക, നമ്മൾ ചെയ്തിട്ട് അത് പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, എന്ത് വ്യാഖ്യാനിച്ചു, നമ്മൾ മനുഷ്യനോടല്ല പാപം ഏറ്റു പറയേണ്ടത്. നമ്മൾ പാപം ഏറ്റുപറയേണ്ടത് സർവശക്തനായ ദൈവത്തോട്, സർവാധികാരിയായ ദൈവത്തോട്, അതിനത്തോട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ പാപം ക്ഷമിച്ചു നൽകുവാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. ഇപ്പൊ ഞാനൊരു ചർച്ചിന്റെ ശുശ്രൂഷകനായിരിക്കും, എന്റെ സഭയിലെ വിശ്വാസികൾ എന്നോട് അവരുടെ പാപം ഏറ്റുപറഞ്ഞാൽ എനിക്ക് അവരുടെ പാപത്തിന് പരിഹാരം കൊടുക്കാൻ പറ്റത്തില്ല. അവരുടെ ജീവിതത്തിൽ അകർത്തിയുണ്ടെന്നെ ഓർമ്മിപ്പിക്കുക, എന്നിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി അപേക്ഷിക്കാൻ മാത്രം. അതുകൊണ്ട് ഏത് പുരോഹിതനും, ഏത് സഭയുടെ പുരോഹിതനും, അതിന് ക്രൈസ്തവരായിരുന്നാലും പെന്തക്കോസുകാരായിരുന്നാലും ഇസ്ലാമിയരായാലും ഹൈന്ദവരായിരുന്നാലും ബുദ്ധമതക്കാർ, ജൈനമതക്കാരൻ, ഇനി ഏത് പേർഷ്യൻ മതക്കാരനായിരുന്നാലും പുരോഹിതന്മാർ നമ്മളെപ്പോലെ സമസ്വഭാവമുള്ളവരാണ്. അവർ നമ്മളെപ്പോലെ ഈ ജഡശരീരത്തിൽ വസിക്കുന്നവരാണ്. നമ്മളെപ്പോലെ എല്ലാ ചിന്താഗതികളും വികാരങ്ങളും വിചാരങ്ങളും അവർക്ക് ഉണ്ടെന്ന്. അവരുടെ ജീവിതത്തിൽ പാപങ്ങളുണ്ട്. അതുകൊണ്ട് മനുഷ്യനോട് പാപം ഏറ്റുപറയരുത്. മനുഷ്യന് നിങ്ങളുടെ പാപത്തിന് പരിഹാരം വരുത്താൻ കഴിയില്ല. അല്ലെങ്കിൽ ദൈവസഭയിൽ പുരോഹിതന്മാരെ വെച്ച് ശുശ്രൂഷ ചെയ്യാനാ അവരോട് നിങ്ങളുടെ സങ്കടങ്ങൾ പറയാം. പക്ഷെ പാപങ്ങൾ ഏറ്റുപറയേണ്ട ദേശീയങ്ങളായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ മനുഷ്യനെ സ്തുതിക്കരുത്. മുഖസ്തുതി പറയാതിരിക്കുവിൻ. നിങ്ങൾ മുഖസ്തുതി പറയരുത്. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് മാനവും മഹത്വവും സ്തുതിയും കർത്താവിന് മാത്രം കൊടുക്കണം. എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്തുതിയും സ്തോത്രവും മഹത്വവും ബഹുമാനവും എല്ലാം നമ്മുടെ കർത്താവിന് കൊടുക്കണം. നിങ്ങൾ എത്രമാത്രം കർത്താവിനെ സ്തുതിച്ച് പുകഴ്ത്തുന്നുവോ അത്രമാത്രം നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കും. നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ മാറും, നിങ്ങളുടെ ജീവിതത്തെ താഴ്ചകൾ മാറും, നിങ്ങളുടെ ജീവിതത്തിന്റെ സങ്കടങ്ങൾ മാറും, ദുഃഖങ്ങൾ മാറും, കണ്ണുനീര് മാറും. ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ ശാപങ്ങൾ അഴിയും. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ കുടുംബങ്ങളും ശാപത്തിന് കീഴിൽ കിടക്കുക. എന്തുകൊണ്ടാണ് ശാപം മാറാത്തത്? നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി. സാത്താന് വേണ്ടി നിന്റെ ഹൃദയം വിട്ടുകൊടുത്തപ്പോൾ, സാത്താനെ ആരാധിക്ക് വേണ്ടി ഹൃദയം വിട്ടുകൊടുത്തപ്പോൾ, മനുഷ്യനെ നീ സ്തുതിച്ചു തുടങ്ങിയപ്പോൾ, മനുഷ്യനെ ഹല്ലേലൂയ ദൈവമാക്കി മാറ്റിക്കഴിഞ്ഞപ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് നീ പോലും അറിയാതെ സാത്താൻ അവന്റെ തന്ത്രങ്ങൾ സ്ഥാപിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിത,
നീ ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്റെ കുടുംബത്തിനകത്ത് അഭിവൃദ്ധി ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പൊ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കണമെന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് 22-ാം സങ്കീർത്തനമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. 22-ാം സങ്കീർത്തനത്തിന്റെ 3-ാമത്തെ വാക്യം, ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്നവരെ നീ പരിശുദ്ധനാകുന്നുവല്ലോ. അപ്പൊ ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്നവർ ആരാണ്? സർവശക്തനായ ദൈവമാണ്. അപ്പൊ സർവശക്തനായ ദൈവത്തെ മാത്രമേ സ്തുതിക്കാവുള്ളൂ. പുറപ്പാട് പുസ്തകത്തിനകത്ത് മോശയ്ക്ക് ദൈവം കൽപ്പന കൊടുത്തപ്പോൾ, ഞാനല്ല അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്, മീതെ സ്വർഗത്തിലോ ഭൂമിയിലോ വെള്ളത്തിൽ മീതെ ചരിക്കുന്ന യാതൊന്നിനും പ്രതിമ ഉണ്ടാക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല. കൽപ്പനയുടെ കിടപ്പുണ്ട്. നമ്മൾ ഈ കൽപ്പനയൊക്കെ മറന്നിട്ട് നമ്മൾ മനുഷ്യനെയൊക്കെ സ്തുതിച്ചു തുടങ്ങി, സൃഷ്ടികളെ സ്തുതിച്ചു തുടങ്ങി. അതുകൊണ്ട് ഇതുപോലെ എന്നെ കേൾക്കുന്ന ഒരു സ്നേഹിത, നിങ്ങൾ ദൈവത്തെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് 100-ാം വാക്യം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവേൻ, അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തി സങ്കീർത്തനക്കാരൻ പറയുന്നത്. അത് വായിച്ച വചനത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. വായിച്ച വചനമുണ്ട് 2 ദിനവൃത്താന്ത പുസ്തകം വലിയ 5-ാം അധ്യായം അതിന്റെ 13, 14 വാക്യങ്ങളിൽ 14-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിച്ചത്. എങ്ങനെ എഴുതിയിരിക്കുന്നു? യഹോവയുടെ തേജസ് ദൈവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്കും വയക നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല. അതെ, ഇത് മകനെ കേൾക്കുന്ന മാതാവി, പിതാവി, നിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. നിന്റെ കുടുംബത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരട്ടെ. നാളുകളാൽ നീ അനുഭവിക്കുന്ന പാപത്തിന്റെ, ശാപത്തിന്റെ, രോഗത്തിന്റെ ആ കെട്ടിൽ നീ പുറത്തു വരണം. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിനകത്ത് ദൈവദേശം ഇറങ്ങണം. നിന്റെ മക്കൾ ദൈവദേശം നിറയപ്പെട്ട് വളരട്ടെ. ആമേൻ. നിന്റെ ഭർത്താവ്, നിന്റെ ഭാര്യ ദൈവദേശം നിറയപ്പെടട്ടെ. ഈ ലോകത്തിന്റെ മദ്യത്തിനും മയക്കുമരുന്നിനും പാൻസ് ലഹരിക്കും അടിമപ്പെട്ട് ഈ ലോകത്തിന്റെ ചെളിക്കുണ്ടിൽ വീണ് നിന്റെ കുടുംബത്തിനകത്ത് അരാജകത്വം സൃഷ്ടിക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളെ നീ തിരിച്ചറിയണം. പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞിട്ട് നീ ദൈവദേശം നിറയപ്പെടണം. പഴയ നിയമത്തിൽ ആമി സ്തോത്ര ശലോമോൻ പറഞ്ഞ ആലയത്തിൽ ഇത്രമാത്രം ദൈവദേശം ഇറങ്ങിയതിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ആമി സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ ഓർത്ത് പിതാക്കന്മാർ ചെയ്തു വെച്ചത്, ദാവീദ് ചെയ്തു വെച്ചതിന്റെ മകനെ ജീവിതത്തിൽ പ്രായോഗികമായി കൊണ്ടുവരുവാനും അപ്പനുണ്ടാക്കിയ സാധനങ്ങളെല്ലാം ആരെയും ഭണ്ഡാരഗ്രഹങ്ങളിൽ കൊണ്ടുവച്ച് വിശ്വസ്തത കാണിച്ചതുപോലെ, എന്നിട്ട് 120 പുരോഹിതന്മാർ ഒന്നിച്ച് കാഹളം ഊതിക്കഴിഞ്ഞപ്പോൾ ദൈവാലയത്തിൽ ദൈവദേശം ഇറങ്ങിയതുപോലെ നമ്മൾക്ക് ആരാധന ദൈവദേശം ഇറങ്ങണം കേട്ടോ. അല്ലെങ്കിൽ കണ്ണുകളടച്ചാട്ട്, പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഒരു പകലൂടെ ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം ചെയ്ത കർത്താവേ, ഈ കാലഘട്ടത്തിൽ ശക്തമായി ദൈവ തേജസ് ഇറങ്ങുന്ന, ദൈവ സാന്നിധ്യങ്ങളുടെ അഭിഷേകം ഇറങ്ങുന്ന ആമീൻ ദൈവമക്കൾ കൃപ കൊണ്ട് കൃപാവരങ്ങളാൽ കഴിയപ്പെട്ട ആത്മാവിൽ സ്തുതിച്ച് ദൈവത്തെ നൃത്തം ചെയ്ത് മഹത്വപ്പെടുത്തുന്ന ആ പെന്തക്കോസ്ത് കൂടിയിരുന്ന 100 ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് പഴയ നിയമത്തെ വായിച്ചതോടെ ദൈവ തേജസ് ഈ കാലഘട്ടങ്ങളുടെ സഭയ്ക്കകത്ത് ഇറങ്ങി വരുവാൻ ഞങ്ങൾ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ആമേ, കർത്താവിന്റെ വരവ് ഏറ്റവും ആശ്രയമായിരിക്കും കാലഘട്ടത്തിൽ മനുഷ്യൻ ലോകമോഹങ്ങൾ വിടിവിക്കപ്പെട്ട് സമാധാനത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവിക സാന്നിധ്യം അനുഭവിപ്പാടെയാകണമേ. ഇതുപോലെ ലോകമോടെ നടക്കുന്ന ആരാധനയ്ക്കകത്ത് ദൈവതേജസ് ഇറങ്ങി വന്ന ദൈവമക്കൾ നിറയപ്പെടുവാൻ യേശുവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപാലവൃത്തജന ജാതി മത വർഗപാഠ വ്യത്യാസമില്ലാതെ ലോക രാജ്യങ്ങൾ 800 കോടി ജനത്തെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുക. എല്ലാ ഭരണ സംവിധാനങ്ങളോട് ഏൽപ്പിക്കുന്നു. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.